നമസ്കാരം. കഴിഞ്ഞ ദിവസമായിരുന്നു കൊല്ലം ചെമ്മാൻമുക്കിൽ ഭാര്യയെ കാർ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. ഇന്നലെ ഭർത്താവ് റിമാൻഡിലാവുകയും ചെയ്തു. കൊട്ടിയം തഴുത്തല തുണ്ടിൽ മേക്കതിൽ അനിലയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് പത്മരാജന്റെ പേരിൽ കൊലക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അനിലയ്ക്കൊപ്പം കാറിലുണ്ടായിരുന്ന ബേക്കറി ജീവനക്കാരൻ സോണിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കുറ്റവും ചുമത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി 8:30 സംഭവം. കൊല്ലം ചെമ്മാൻമുക്കിൽ വെച്ചാണ് നാടിനെ ഞെട്ടിച്ച കൊലപാതകം അരങ്ങേറിയത്. നായേഴ്സ് ആശുപത്രിക്ക് സമീപം 3 മാസം മുൻപ് തുടങ്ങിയ ബേക്കറി പൂട്ടി കാറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു അനില. അതേസമയം തന്നെ മറ്റൊരു ദിശയിൽ കാർ വന്ന് വശം ചേർത്ത് ഉരസി നിർത്തിയ ശേഷം പത്മരാജൻ ബക്കറ്റിൽ കരുതിയ പെട്രോൾ കാറിലിരുന്നു തന്നെ അനിലയുടെ മേൽ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഇടതുവശത്തെ സീറ്റിലിരുന്ന ബേക്കറി ജീവനക്കാരൻ സോണി ഡോർ തുറന്ന് പുറത്തിറങ്ങി. ഇയാൾ പരിക്കുകളോടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാറിലെത്തിയ പ്രതി ഭാര്യ ഓടിച്ചിരുന്ന കാർ തടഞ്ഞ ശേഷം അതിനോട് ചേർത്ത് നിർത്തി ഭാര്യയുടെ നേരെ പെട്രോൾ ഒഴിക്കുകയും തീ കൊളുത്തുകയുമായിരുന്നു. സംഭവ സമയം അനിലയ്ക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവിന് പരിക്ക് ഗുരുതരമല്ല. എന്തായാലും ചികിത്സയിൽ തുടരുകയാണ്. ഡോർ തുറന്ന് രക്ഷപ്പെടുകയായിരുന്നു യുവാവ്. അതേസമയം അനിലയുടെ ബേക്കറിയിലെ പാർട്ട്ണറും സുഹൃത്തുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ പത്മരാജൻ ഭാര്യയോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അനില ഇതിന് കൂട്ടാക്കിയില്ല. കഴിഞ്ഞ ദിവസം ബേക്കറിയിൽ വെച്ച് സുഹൃത്ത് മർദ്ദിച്ചതായിട്ടാണ് പത്മരാജന്റെ മൊഴി. അനിലയുടെ മുന്നിൽ വെച്ചായിരുന്നു മർദ്ദനം. കൺമുന്നിലിട്ട് തന്നെ മർദ്ദിച്ചിട്ടും ഭാര്യ പിടിച്ചു മാറ്റാൻ പോലും തയ്യാറായില്ലെന്നും ഇത് വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയെന്നും പത്മരാജൻ പോലീസിനോട് പറയുകയും ചെയ്തു. നായേഴ്സ് ഹോസ്പിറ്റലിന് സമീപം 3 മാസം മുൻപ് തുടങ്ങിയ ബേക്കറി പൂട്ടി കാറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു അനില. അനിലയ്ക്കൊപ്പം ബേക്കറിയിലെ പാർട്ട്ണർ ആണെന്ന് കരുതിയാണ് പത്മരാജൻ ആക്രമണം നടത്തിയത്. അനിലയും സുഹൃത്തും തമ്മിലുള്ള സൗഹൃദം പത്മരാജന് ഇഷ്ടമായിരുന്നില്ല. അതിനാലാണ് ഇരുവരെയും കൊലപ്പെടുത്താൻ പ്രതി പദ്ധതിയിട്ടത്. സംഭവത്തിൽ അനിലയുടെ കാറും പത്മരാജന്റെ കാറും പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. കൃത്യം നടത്തിയ ശേഷം പ്രതി ഓട്ടോ വിളിച്ച് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു. നാട്ടിൽ കാറ്ററിംഗ് സർവീസ് നടത്തുകയാണ് പത്മരാജൻ. അടുത്തിടെയാണ് അനില നായേഴ്സ് ആശുപത്രിക്ക് സമീപം ബേക്കറി തുടങ്ങിയത്. ഇതിൽ കടപ്പാക്കട സ്വദേശിയായ യുവാവ് പങ്കാളിയായിരുന്നു. തുടക്കം മുതലേ പത്മരാജൻ ഇതിനെ എതിർത്തു. ഇതിനിടെ യുവാവും പത്മരാജനും തമ്മിൽ വാക്കേറ്റമുണ്ടായി. കഴിഞ്ഞ ദിവസം കയ്യാങ്കളിയായി. ആദിച്ചനല്ലൂർ പഞ്ചായത്ത് അംഗം സാജൻ സംഭവത്തിൽ മധ്യസ്ഥത വഹിച്ചു. ഒടുവിൽ തന്റെ മൂലധനമായ 1.5 ലക്ഷം രൂപ നൽകിയാൽ പിരിഞ്ഞു പോകാമെന്ന് യുവാവ് പറഞ്ഞു. ഈ മാസം 10-ന് പണം നൽകാമെന്ന് പത്മരാജൻ സമ്മതിച്ചു. ഇങ്ങനെ ചൊവ്വാഴ്ച ഉച്ചയോടെ ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചു. തർക്കങ്ങളെല്ലാം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3:30 പറഞ്ഞു തീർത്തതാണ്. പക്ഷേ മണിക്കൂറുകൾക്കകം കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവം എന്താണെന്ന് അറിയില്ല എന്നായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞത്. സംഭവം അപകടമാണെന്നായിരുന്നു ആദ്യം ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നത്. അപകടത്തെ തുടർന്ന് കാറുകൾ കത്തിയെന്ന് അവർ സംശയിച്ചു. 2 കാറുകൾ കൂട്ടിമുട്ടി തീപ്പൊരി ഉയർന്നു എന്നാണ് ആദ്യം കരുതിയത്. പിന്നീടാണ് കൊലപാതകമാണെന്ന് മനസ്സിലായത്. ഒരു തീനാളം കണ്ടു. നിമിഷം കൊണ്ട് അത് അഗ്നിഗോളമായി. ഒരു കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന സ്ത്രീയുടെ ദേഹമാകെ തീ പടർന്നു, ദൃക്സാക്ഷി പറയുന്നു.